റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ ഉണർത്തിയൊരു സംഗതിയാണല്ലോ ഈ ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് പിന്നെ അവിടുന്ന് കാത്തു നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മത്ത് എന്ന് വിളിച്ചു പറയും. അപ്പോൾ ഒരു വിഭാഗം തടയപ്പെടും. അവർ തടയപ്പെടാനുള്ള കാരണം ഹദീസിൽ കാണാം, ഇന്നകലാ തദ്രി മാ അഹ്ദസു ബഅദക്, നിങ്ങൾക്ക് ശേഷം അവരെന്താണ് ദീനിൻ്റെ കാര്യത്തിൽ പുതിയതായി ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഈ ഹദീസ് പൊതുവെ ആളുകൾ ബിദഅത്തിൻ്റെ അനാചാരങ്ങളുടെ വിഷയത്തിൽ മാത്രം കേട്ടുവന്നൊരു ഹദീസാണ്. പക്ഷേ ലോകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ വ്യതിയാന വിഭാഗങ്ങളും ഇതിൽപ്പെടും. ഖവാരിജുകളും ഷിയാക്കളും സൂഫികളും മുഅ്തസിലിയാക്കളും ഖദരിയാക്കളും എല്ലാം ആ നിലക്കാണ് പണ്ഡിത ലോകം അതിനെ. പിന്നെ ഇമാം ഷാത്തിബി റഹിമഹുല്ല, ഇമാം ഖുർത്തുബി റഹിമഹുല്ല അടക്കം മുഅ്തസിലിയാക്കളെ പേരെടുത്ത് തന്നെ ഈ ഹദീസ് വെച്ചിട്ട് പറയുന്നുണ്ട്. മുഅ്തസിലിയാക്കളെ പേരെടുത്തിട്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നത് കാണാം. അപ്പോൾ മുഅ്തസിലിയാക്കൾ പേര് കൊണ്ട് ലോകത്ത് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ ആശയം കൊണ്ടാണ്. ഇവിടെ മൗലവി വിശദീകരിച്ചു, പല നിലക്കുള്ള ആശയങ്ങളും അവർ ഇവിടെ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാഹകരായിട്ട് ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ലോകാടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ അൽ അശായിറ വൽ മാതുരീദിയ, ഈ രണ്ട് വിഭാഗം അവർ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ വിശേഷണങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ രണ്ട് വിഭാഗവും. അവർക്ക് അതിനുള്ള വഴി കിട്ടിയതായിരുന്നാണ് മുഅ്തസിലിയാക്കളെടുത്താണ്. അത് പിന്നെ ഇമാം പിന്നെ ത്വഹാവി റഹിമഹുല്ല, അതുപോലെ നേരത്തെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അഖീദത്തുൽ വാസിത്തിയ്യ, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും നമുക്ക് കാണാം. അപ്പോൾ ആധുനിക പണ്ഡിതന്മാർ വരെ അതിന് വിശദീകരണങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ മുന്നോട്ട് സൂചിപ്പിച്ചു, മുത്തവാത്തിറായ ഹദീസുകൾ വിശ്വാസകാര്യങ്ങൾക്ക് വേണമെന്നാണ് ഈ മുഅ്തസിലിയാക്കളുടെ വാദം. ഇതേ വാദം അശ്അരിയത്തിനും മാതുരിയത്തിനുണ്ട്. ആഹാദായ ഹദീസുകൾ പാടില്ല, മുത്തവാത്തിറായ ഹദീസുകൾ വേണം എന്ന വാദം. അപ്പോൾ ഇതൊക്കെ അവർക്ക് കിട്ടിയത് ഈ മുഅ്തസിലിയാക്കളുടെ വഴിയിൽ നിന്നാണ്. അതേപോലെ പ്രമാണങ്ങൾ, വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായിട്ടുള്ള ഹദീസുകളും, അതാണ് വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ എന്നുള്ള ആയത്തൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ആയത്തിൽ പോലും സംശയം ജനിപ്പിച്ച ആളുകളാണ് മുഅ്തസിലിയാക്കൾ. കാരണം വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ എന്നതിൽ ഹദീസ് പെടൂല എന്ന നിലക്ക് വരെ ഇവിടെ പിന്നെ പ്രചരിപ്പിച്ച് അതിൻ്റെ വാഹകർ ഇന്നും ലോകത്തുണ്ട്. നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ പോലും ആ ആശയത്തിൽ പോകുന്ന ആളുകളുണ്ട്. ഇവിടെ പ്രമാണങ്ങളെ തള്ളാൻ അവരുണ്ടാക്കിയ അല്ലെങ്കിൽ അവർ രൂപപ്പെടുന്ന നയങ്ങളെ പറ്റി മൗലവി പറഞ്ഞല്ലോ. ഇപ്പോൾ ഖുർആനെതിരായി, ശരിക്ക് ഖുർആനെതിരായിട്ട് സ്വഹിയായിട്ട് ഹദീസ് ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും അവർക്ക് എന്തില്ല, കഴിയുന്നില്ല. രണ്ട് വഹിയാണ്, വഹിയും എന്താവില്ല, എതിരാകില്ല. ഒന്ന്. രണ്ട്, ബുദ്ധിക്ക് നിരക്കാത്ത, അപ്പോൾ സ്വരീഹുൽ അഖലിന് നിരക്കാത്ത നഖല് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം സ്വരീഹുൽ അഖല്, ഒരാളെ അഖലിന് ഉൾക്കൊള്ളാവുന്ന നഖലാണ് അള്ളാഹ് തന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഒക്കെ അതിന് അങ്ങനെയാണ് എന്തായത് കൈകാര്യം ചെയ്ത്. ഇനി അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് ജുനൂന്നാണ്, അയാൾക്ക് ഭ്രാന്തുണ്ടെന്നല്ലാതെ നഖലിന് എന്തില്ല, ഒരു കുഴപ്പമില്ല എന്നാണ് അതിന് മറുപടി കൊടുത്തത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ആഹാദുകൾ, ഈ കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അവർ അള്ളാഹുവിൻ്റെ എത്ര സിഫാത്തുകളെയാണ് പരസ്യമായി പരിഹസിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഇറക്കത്തെ, അള്ളാഹു എവിടെ എന്ന കാര്യത്തെ പോലും പരസ്യമായി കളിയാക്കിയ മുസ്ലിയാക്കന്മാർ ഇന്നും കേരളത്തിലുണ്ട്. ഇതൊക്കെ ഈ അശരീയത്തിനെയും മാതുരിയത്തിനെയും പിൻപറ്റി പറഞ്ഞ വിശ്വാസ കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്കുള്ള വഴി ഏതാണ്? അശരീയത്ത് അല്ലെങ്കിൽ മാതുരിയത്താണ്. അതേപോലെ തന്നെ ഈ ആഹാദ്, പിന്നെ അവരുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പെരുമാൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയതാണ് ആഹാദായ ഹദീസുകൾ വിശ്വാസകാരങ്ങൾക്ക് പാടില്ല. അപ്പോൾ ധാരവാദ മുഅ്തസിലിയാക്കളുടെ വാദമാണ്.